പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ കാട്ടാനക്കൂട്ടം പതിവ് കാഴ്ചയായി മാറുകയാണ്. വൈദ്യുത ഫെൻസിംഗ് നിർമ്മാണം പുരോഗമിക്കുമ്പോൾ കാട്ടാനകൾ വനത്തിനുള്ളിൽ തമ്പടിച്ചിരിക്കുകയാണ്. ഇവയെ തുരത്താതെയുള്ള ഫെൻസിംഗ് നിർമ്മാണം വലിയ അപകടങ്ങൾക്ക് വഴിവെക്കുമെന്നാണ് നാട്ടുകാർ മുന്നറിയിപ്പ് നൽകുന്നത്. കഴിഞ്ഞ രാത്രിയിൽ പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ കളപ്പാറ ഭാഗത്ത് പുലർച്ചെ 2 മണിയോടെ കണ്ട കാഴ്ചയാണ് ഇത്. കീരമ്പാറ സ്വദേശി ജോളി ഐസക് പകർത്തിയ ദൃശ്യങ്ങളാണ് ഇവ. കളപ്പാറ ഭാഗത്ത് നമ്മുടെ കലിങ്കിൻ്റെ അടുത്ത് പള്ളിക്കുന്നൻ്റെ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ 5ഓളം ആനകളുടെ കൂട്ടമാണ് നിലവിൽ ഇവിടെയുള്ളത്. ചേലമല ഭാഗത്താണ് ഇവ തമ്പടിച്ചിരിക്കുന്നത്. ഭക്ഷണത്തിന്റെയും വെള്ളത്തിന്റെയും ലഭ്യത തന്നെയാണ് ആനകളെ ഇങ്ങോട്ട് ആകർഷിക്കുന്നതിന്റെ പ്രധാന കാരണം. ഭൂതത്താൻകെട്ട് മുതൽ തട്ടേക്കാട് വരെയുള്ള ഫെൻസിംഗ് നിർമ്മാണം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോൾ ഇവയെ പുഴ കടത്തി വിടാതെ വനത്തിൽ തുടരാൻ അനുവദിച്ചാൽ ഉണ്ടാകുന്ന അപകടത്തെക്കുറിച്ച് കീരമ്പാറ ജനകീയവേദി ഭാരവാഹി കൂടിയായ ജോളി ഐസക് KCV ന്യൂസിന് നൽകിയ വിവരണം ഇങ്ങനെ. അപ്പോൾ ഈ ആനയെ തുരത്താതെ ഫെൻസിങ് ഇടുന്നത് നമ്മുടെ വീടിൻ്റെ മുൻവശത്തെ ഡോറ് തുറന്നിട്ടിട്ട് പുറകുവശത്തെ ഡോർ അടയ്ക്കുന്നത് പോലെ ഇപ്പോൾ ചെയ്തു വെച്ചിരിക്കുന്നത്. കാരണം ഈ ഭൂതത്താൻകെട്ട് മുതൽ തട്ടേക്കാട് വരെയുള്ള ഭാഗം തുണ്ടൻ റേഞ്ചിലെ ആന കയറുന്ന ഭാഗമാണ്. അതോടൊപ്പം തന്നെ പക്ഷി സങ്കേതത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആനകൾ കയറുന്നത്, തട്ടേക്കാട് പാലത്തിൻ്റെ മുകളിൽ നിന്ന്. ആ ഭാഗത്തൊന്നും ഇതുവരെ ഫെൻസിങ്ങിൻ്റെ വർക്കുകൾ പൂർത്തീകരിച്ചിട്ടില്ല. ഇവിടെ ഇപ്പോൾ എങ്ങനെയെങ്കിലും തട്ടിക്കൂട്ടി ഇവിടെ ഈ ബില്ല് മാറിയെടുക്കുക എന്നുള്ള ഏക ലക്ഷ്യം മാത്രമാണുള്ളത്. ഇത് ഏകദേശം 1 മാസത്തിനുള്ളിൽ ഇതിൻ്റെ അന്ത്യം കാണാൻ നമുക്ക് കഴിയും. അപ്പോൾ ഇതുകൊണ്ടൊരു പ്രയോജനവും നമ്മുടെ പൊതുജനത്തിന് ഉണ്ടാകുന്നില്ല. അപ്പോൾ എന്തായാലും ഇതൊക്കെ വെറും ഒരു പ്രഹസനം വേണ്ടി മാത്രമാണുള്ളത്. എന്തായാലും നമ്മുടെ ഈ മേഖലയിൽ കാട്ടാനയുടെ ശല്യം രൂക്ഷമാണ്. ഇതിൻ്റെ ഒരു ശാശ്വത പരിഹാരം എന്ന് പറയുന്നത് ട്രെഞ്ച് താഴ്ത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഈ ട്രെഞ്ച് താഴ്ത്തുക എന്ന് പറഞ്ഞാൽ മണ്ണായ ഭാഗങ്ങളാണ്. മറ്റ് മരങ്ങൾക്കോ മറ്റ് പ്രകൃതിക്കോ യാതൊരു ദോഷമില്ലാത്ത രീതിയിൽ നമുക്ക് ട്രെഞ്ച് താഴ്ത്തി ഒരു ശാശ്വത പരിഹാരം വരുത്താനായിട്ട് കഴിയും. ഫെൻസിങ്ങിനുള്ളിൽപ്പെടുന്ന വനപ്രദേശത്താണ് ഇപ്പോൾ ആനക്കൂട്ടമുള്ളത്. ഇവയെ തുരത്താതെ ഫെൻസിങ്ങിന്റെ നിർമ്മാണം പൂർത്തിയാക്കാനുള്ള ശ്രമത്തെക്കുറിച്ച് അഴിമതി ആരോപണങ്ങളാണ് ഉയരുന്നത്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.